Hi dears. ഇനി monotone convergence തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ പറയുന്നത് the sequence first result theorem, the sequence Hn defined by Hn equal to 1 plus 1 by 2 plus etc. plus 1 by n is divergent. Is sequence Hn equal to 1 plus 1 by 2 plus etc. plus 1 by n is divergent. What about H1 equal to 1, H2 equal to 1 plus 1 by 2, 1 plus 1 by 2, H3 equal to 1 plus 1 by 2 plus 1 by 3, etc. Hn equal to 1 plus 1 by 2 plus etc. 1 by n, Hn plus 1 equal to etc. This sequence is, we have to show that this sequence is divergent. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഈ സീക്വൻസ് മൊണോട്ടോൺ ആണ്, പക്ഷേ ബൗണ്ടഡ് അല്ല. കാരണം monotone sequence of real numbers is convergent if and only if it is bounded. So if a monotone sequence is unbounded, then it is divergent. So first we show that this sequence is monotone increasing. എങ്ങനെ കാണും? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാലേ, 1 plus 1 by 2, 1 plus 1 by 2 plus 1 by 3. Now what is Hn plus 1 minus Hn? What is Hn plus 1 minus Hn? It is 1 plus 1 by 2 plus etc. plus 1 by n plus 1 by n plus 1 minus of 1 plus 1 by 2 plus etc. plus 1 by n. What is the difference? 1 plus 1 by n മുതൽ വരെയുള്ള ടേമുകൾ ക്യാൻസൽ ആവും. ബാക്കി എന്താ? It's equal to 1 by n plus 1. So this is a positive quantity. This is a strictly positive quantity, so that Hn plus 1 minus Hn is greater than 0, or Hn plus 1 greater than Hn, so that the sequence Hn is monotone increase. ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു ഈ സീക്വൻസ് മോണോട്ടോൺ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ സീക്വൻസ് അൺബൗണ്ടഡ് ആണെന്നാണ്. അൺബൗണ്ടഡ് എന്ന് കാണാന് നമ്മള് സീക്വൻസിന്റെ ഒരു പർട്ടിക്കുലർ സബ് സീക്വൻസ് എടുക്കുക. H2 raised to n എടുക്കുക. H2 raised to n is the sum of the first 2 raised to n terms of the sequence. എന്താണ് വരിക? അപ്പോ എന്താണ് വരിക? H2 raised to n equal to 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by 2 raised to n. നോക്കുക, ഈ ടേമുകളെ തന്നെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കുക. 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus 1 by 5 plus 1 by 6 plus 1 by 7 plus അങ്ങനെ 1 by 16 വരെയല്ലേ ടേം നിരത്തി എഴുതുക. ഇവിടെയും കഴിയണില്ല, പ്ലസ് എക്സെട്ര അല്ലെ. ലാസ്റ്റ് ടേം ഇങ്ങനെ പോയിട്ട് പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to n minus 1 plus etc. plus 1 by 2 raised to ഇവിടെ ശരിക്കും 1 by 2 raised to n minus 1 കഴിഞ്ഞാൽ അടുത്ത ടേം എന്തായിരിക്കും? 1 by 2 raised to n minus 1 plus 1 അല്ലെ. 1 by 2 plus അങ്ങനെ ലാസ്റ്റ് ടേം ആയിട്ട് 1 by 2 raised to n. This will be the terms of the sequence. അല്ലെങ്കിൽ this will be the 2 raised to nth term of the sequence. Now if we replace
ഈക്വൽ ടു ഇതിനേക്കാളും ചെറിയ ടേമുകളുണ്ട് റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഒരു കാര്യം അറിയാം, 1/2 1-നേക്കാളും ചെറുതാണ് എന്ത് 1/2. 1/2-നേക്കാളും ചെറുതാണ് ഏത് 1/3. 1/3-നേക്കാളും ചെറുതാണ് ഏത് 1/4. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക, 1 ഇവിടെ നിൽക്കുക, 1 ഇവിടെ നിൽക്കട്ടെ, 1/2 ഇവിടെ നിൽക്കട്ടെ. നമ്മൾ 1/2 സ്ക്വയറിന്റെ ടേമുകൾ എടുക്കുക. 1/4 1/2 മുതൽ 1/4 വരെയുള്ള ടേമിനൊക്കെ 1/4 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഏത് ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടത്? ഈ ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 1/3-നേക്കാളും വലുതാണോ ചെറുതാണോ? 1/3-നേക്കാളും ചെറുതാണ് 1/4. അപ്പോ ഏത് ടേം ആയിരിക്കും? this is greater than 1 plus 1/2 plus നോക്ക, ഇതിനെ രണ്ടിനെയും 1/4 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 1/4 plus 1/4, റൈറ്റ്. ഇനി ഈ ടേമുകളെ മുഴുവൻ 1/8 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എന്താ വരിക? 1/8 plus 1/8 plus 1/8 plus 1/8, right? Now 1/9 മുതൽ 1/16 വരെയുള്ള ടേമുകളെ ഇതൊക്കെ 1/16 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്താണ് വരിക? പ്ലസ് 1/16 പ്ലസ് 1/16 പ്ലസ് 1/16 പ്ലസ് 1/16 പ്ലസ് 1/16 plus 1/16 plus 1/16 plus 1/16 plus etc. plus 1/2 raised to n minus 1. നമുക്ക് ഇതിന്റെ തൊട്ടുമുമ്പുള്ള ടേമുകളൊക്കെ 1/2 raised to n minus 1-ന്റെ ടേമുകളാക്കുക. ഇനി ലാസ്റ്റ് ടേമുകൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ടേമുകളെ മുഴുവൻ 1/2 raised to n എന്നുള്ള ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 1/2 raised to n plus 1/2 raised to n plus etc. plus 1/2 raised to n. എന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ? ഓരോ ടേമുകളെയും അതിന്റെ മുമ്പ് ഈ 2 raised to nth ടേമുകളെ നിർത്തിയിട്ട് നമുക്ക് 2 സ്ക്വയർ, 2 ക്യൂബ്, 2 raised to 4, 2 raised to 5 അങ്ങനെയാണ് നമ്മളുടെ ടേമുകൾ പോണത്. അപ്പോ ആ ടേമുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ചെറുതും ലെഫ്റ്റ് സൈഡ് വലുതും ആവും. കാരണം അതിനേക്കാളും ചെറിയ ടേമുകൾ കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 plus 1/2 plus what is this? This is equal to 2 into 1/2 square. What is this? 4 times 1/2 cube, right? Though എത്ര ടേം ഉണ്ടാവും? എത്ര ടേം ഉണ്ട്? 1 2 3 4 5 6 7 8 8 terms. 8 into 1/2 raised to 4, right? അങ്ങനെ പ്ലസ് എക്സെട്ര. ഇനി എത്ര ടേം ഉണ്ടാവും 2 raised to n minus 1? ഇവിടെ നോക്കുക, 2 into 1/2 square, this 2, അല്ലേ? ഇത് 4 into 1/2 cube, right? 4 എന്താണ്? 2 square into 1/2 cube. ഇവിടെ എന്താ? 2 cube into 1/2 raised to 4. അതേപോലെ 2 raised to n minus 2 into 1/2 raised to n minus 1 ആയിരിക്കും, right? 2 raised to n minus 1 into 1/2 raised to n ആയിരിക്കും. What will be these terms? This 1/2 already, ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. So it's equal to 1 plus 1/2 plus 1/2 plus 1/2 plus etc. plus ഇത് എത്രയാണ് വരിക? 1/2 plus 1/2. എത്ര 1/2 വന്നു? എത്ര 1/2 വന്നു നോക്കിയാലേ നമ്മൾ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഇത് 1/2 raised to 1-ന്റെ ടേം ആണ്. ഇത് 1/2 സ്ക്വയർ, 1/2 ക്യൂബ്, ഏതുവരെ വന്നു? 1/2 raised to n വരെ. അപ്പൊ എത്ര ടേം ഉണ്ട്? this n terms. So this equal to 1 plus
n times 1 by 2, that is 1 plus n by 2. Now what we have got is that h2 raised to n, h2 raised to n greater than 1 plus n by 2. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2 raised to nth term of the sequence is unbounded. കാരണം എന്താണ്? n വലുതാവണതിനനുസരിച്ച് 2 raised to nth term ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഇവിടെ n ആണുള്ളത്. As n tends to infinity, h2 raised to n goes to infinity. So 2 raised to nth term of the sequence is unbounded. So the sequence is unbounded. 2 raised to nth term of the sequence hn is not bounded. So the sequence hn is unbounded. That is our conclusion. The sequence monotone ആണ്, പക്ഷെ bounded അല്ല. അപ്പൊ bounded അല്ല എന്ന് പറയുന്നവിടെ, therefore by monotone convergence theorem, sequence hn is divergent. Sequence hn is divergent. എങ്ങനെയാണ് പറയണത്? monotone convergence theorem പറയുന്നത് ഒരു സീക്വൻസ് കൺവേർജന്റ് ആവണമെങ്കിൽ എന്താവണം? monotone sequence convergent ആണെങ്കിൽ എന്താവണം? അത് bounded ആവണം. This sequence is not bounded. Why this sequence is not bounded? A particular term h2 raised to n, the term h2 raised to n can be shown to be greater than 1 plus n by 2. As n increases, 1 plus n by 2 goes to infinity. So h2 raised to n cannot be, or 2 raised to nth term is unbounded. So the entire sequence is unbounded. Now, ശരിക്കും ഈ തിയറത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് നമുക്കത് കാണാൻ കഴിയില്ല. നമുക്ക് അനാലിസിസ് ഉപയോഗിച്ചിട്ട് മാത്രമേ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ഈ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യം, ഈ hn എന്നുള്ള സീക്വൻസ് 1, 1/2, 1/3 ഇങ്ങനെ ആയിട്ട് ഇൻഫിനിറ്റിയിൽ എത്തണം എന്ന് പറഞ്ഞാല് അത് 10-നേക്കാളും കൂടുതലാവണം. അതിന്റെ ടേമുകള് 100-നേക്കാളും കൂടുതലാവണം, 1000-നേക്കാളും കൂടുതലാവണം, 10,000-നേക്കാളും കൂടുതലാവണം. അപ്പൊ ഈ കാൽക്കുലേഷൻ hn ഗ്രേറ്റർ ദാൻ 50 ആവണമെങ്കിൽ തന്നെ n എന്താ പറയാ ഗ്രേറ്റർ ദാൻ 5.2 into 10 raised to വളരെ വലിയ നമ്പർ ആവേണ്ടി വരും. അതായത് 5.2 into 10 raised to 21 ടേംസ് ഉണ്ടാവും സീക്വൻസ്. ഇത്രയും ടേം കമ്പ്യൂട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ കമ്പ്യൂട്ടറിന് 4 ലക്ഷം വർഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഈ കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ. ഈ hn 50-ന്റെ മുകളിലായി കിട്ടണമെങ്കിൽ, അപ്പൊ 100-ന്റെ മുകളിലായി കിട്ടണം, 1000-ന്റെ മുകളിലായി കിട്ടണം, 10,000-ന്റെ മുകളിലായി കിട്ടണം. അതൊരിക്കലും നമുക്ക് നോർമലി നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻ ഉപയോഗിച്ച് കഴിയില്ല. നമ്മൾ എത്ര വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും ഈ കാൽക്കുലേഷന്, അതായത് 1 ട്രില്യൺ കാൽക്കുലേഷൻ ഒരു സെക്കൻഡിൽ ചെയ്യണ കമ്പ്യൂട്ടറിന് വരെ 164 വർഷം വേണ്ടി വരും. ഈ hn എന്താക്കണമെങ്കിൽ 50-നേക്കാളും വലുതാക്കണമെങ്കിൽ. 50-നേക്കാളും വലുതായ അൺബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണ് ഒരു സീക്വൻസ് അൺബൗണ്ടഡ് ആവുക? ഏത് m എടുത്താലും അതിന്റെ അപ്പുറത്തെത്തണം. അതിനേക്കാളും വലിയ ടേമുകൾ സീക്വൻസിൽ ഉണ്ടാവണം അല്ലെ? ബൗണ്ടഡ് ആവണമെങ്കിൽ ഒരു m എടുത്താൽ ആ m-ന്റെ താഴേക്ക് സീക്വൻസിലെ മുഴുവൻ ടേമും വരണം. അപ്പൊ അൺബൗണ്ടഡ് ആണെങ്കിലോ ഏത് m എടുത്താലും അതിന്റെ അപ്പുറത്ത് സീക്വൻസിലെ ടേം ഉണ്ടാവണം.
അപ്പൊ HN 50-നേക്കാളും വലുതാവണമെങ്കിൽ തന്നെ അത്രയും കഷ്ടപ്പാടാണ്. ഇത്രയും വർഷം നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോ this is the beauty of analysis. You can this result is very nice result. നമ്മൾ അനാലിസിസ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സീക്വൻസിന്റെ ഡൈവേർജൻസ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതും ഇതുപോലെ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് സ്ക്വയർ റൂട്ട്സ് ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയണത്, ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയണത്. ഇതാണ് പ്രോബ്ലം. Let a greater than 0 construct a sequence Sn of real numbers that converges to root A. ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറിന്റെ റൂട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ്. നോക്കുക, നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ മെത്തേഡിലാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാല് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണെന്നാണ് ഇതിനെക്കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇതാണ് നമ്മളുടെ ഐഡിയ, ഇതാണ് നമ്മൾ ചെയ്യുന്നതാണ്. ലെറ്റ് a1 greater than 0, sorry, a1 അല്ല s1, let s1 greater than 0 and sn plus 1 equal to half into sn plus a by s for n belongs to n. Then n converges to square root of a. That's our result. നോക്കുക, S1 നമുക്ക് 2ന്റെ റൂട്ടാണ് കാണുന്നത് വിചാരിച്ചോളൂ. 2ന്റെ റൂട്ട് 1നും 2ക്കും ഇടയിലാണ്. ഇതിന്റെ വാല്യൂ നമുക്കറിയാലോ അല്ലെ, 1.414 എങ്ങാണ്ടാണ് വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, റഫ് എസ്റ്റിമേറ്റ് ആയിട്ട് 1നും 2ക്കും ഇടയിലാണ് വരുന്നതെന്ന് അറിയാം. അപ്പൊ വി ഫിക്സ് S1 ആസ് 1. S1 നമുക്ക് ഏത് ഫിക്സ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും സെറ്റ് ചെയ്യാം. വി പുട്ട് S1 ഈക്വൽ ടു 1. അതേപോലെ റൂട്ട് 3യും 1നും 2ക്കും ഇടയിലാണ് അല്ലെ, റൂട്ട് 3യും 1നും 2ക്കും ഇടയിലാണ്. അപ്പോ ആ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ S1 ഒരു പോസിറ്റീവ് നമ്പർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ട്രിക്കി ആയിട്ടാണ് നമ്മൾ S1 സെറ്റ് ചെയ്യുക. ഇനി വാട്ട് ഈസ് Sn പ്ലസ് 1? ഹാഫ് ഇൻറ്റു Sn പ്ലസ് a ബൈ Sn. അപ്പോൾ S2 എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു S1 പ്ലസ് a ബൈ S1. S1 എന്താണ് നമ്മൾ ഫിക്സ് ചെയ്ത് അവിടെ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സീക്വൻസ്, ദാറ്റ് സീക്വൻസ് കൺവേർജസ് ടു റൂട്ട് A എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യണ ഫസ്റ്റ് we prove Sn square greater than or equal to A. It's our first proof. First നമ്മൾ പ്രൂവ് ചെയ്യണ എന്താണ്? Sn square greater than or equal to A. എങ്ങനെയാണ് പ്രൂവ് ചെയ്യണ നോക്കാം. Sn square greater than or equal to A എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ഇക്വേഷൻ എടുക്കുക. എന്താണ് ഇക്വേഷൻ? Sn plus 1 equal to half into Sn plus A by Sn.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ എന്താവും? Sn plus 1 equal to half into Sn square plus a whole divided by Sn. Sn ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 2Sn ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് ഇക്വേഷൻ ആവുക? Sn square minus 2Sn plus 1 into Sn plus a equal to 0. This equation can be shown treated as a quadratic equation in Sn. So solving Sn equal to 2Sn plus 1 plus or minus root of 4Sn plus 1 square minus 4a divided by 2, right? Is equal to 2Sn plus 1 plus 2 into root of 2 into root of Sn plus 1 square minus a divided by 2. 2 can be taken as common and cancelled. പക്ഷേ ഈ ഇക്വേഷനില് Snന്റെ വാല്യൂ ഒരിക്കലും ഈ ഇക്വേഷന്റെ വാല്യൂ ഒരിക്കലും എന്താവില്ല. ഈ ഇക്വേഷന്റെ വാല്യൂ റിയൽ വാല്യൂ വരുള്ളൂ. കാരണം Sn is the terms of the sequence. Sn is a sequence of real numbers. So these values must be real so that this ഇവിടെ തന്നെ നമുക്ക് പറയാം this discriminant of the of the quadratic equation S1 ഇത് ആണെന്നില്ല. Discriminant of the quadratic equation for Sn plus 1 square minus 4a must be greater than or equal to 0. Why? ഈ ഇക്വേഷൻ എന്താണ് തരുന്നത്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? Snന്റെ വാല്യൂ. Sn is a sequence. Sn is our sequence. It is a real sequence. So this discriminant must be greater than or equal to 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? Sn plus 1 square greater than or equal to a എന്ന് കിട്ടും. Now ഇതിൽ നമുക്ക് എന്ത് കിട്ടും? n greater than or equal to 1 കിട്ടും. That is n ന് പകരം n minus 1 എടുത്തെന്താവും? Sn square n ന് പകരം n minus 1 എടുക്കുക. Sn square greater than or equal to a n greater than or equal to 2 എന്ന് കിട്ടും. കാരണം ഇവിടെ n ന് പകരം n minus 1 എടുത്താൽ n minus 1 greater than or equal to 1 കിട്ടും. That is n greater than or equal to 2. ഇതാണ് നമുക്ക് ആവശ്യമില്ല. Sn square greater than or equal to a, n greater than or equal to 2 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. So first we prove Sn square greater than or equal to a, n greater than or equal to 2. എങ്ങനെ പ്രൂവ് ചെയ്ത്? നമ്മളുടെ തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷനിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് Snന്റെ വാല്യൂ റിയൽ ആണെങ്കിൽ ആവണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം Sന്റെ വാല്യൂ റിയൽ ആവണമെങ്കിൽ ഡിസ്ക്രിമിനന്റ് വാല്യൂ നോൺ നെഗറ്റീവ് ആവണം എന്നുള്ള ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എന്താ Sn square greater than or equal to a for n greater than or equal to 2 എന്ന് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തത്
നമ്മൾ പ്രൂവ് ചെയ്യണത് Sn minus Sn plus 1 greater than or equal to 0 എന്നാണ്. Now what is Sn minus Sn plus 1? Sn decreasing ആണ്, decreasing ആണെന്നല്ല, Sn minus Sn plus 1 greater than or equal to 0 from the second term onwards. From the second term onwards. First term അല്ലെ second term onwards. നോക്കാം. What is Sn minus Sn plus 1? Sn minus, what is Sn plus 1? Sn plus a by Sn, right? Sn plus a by Sn. Sn plus a by Sn. Right? What is this? Half into yes. But the cross multiply this equal to Sn into Sn minus the Sn square plus a divided by 2Sn എന്നിട്ട് ഇവിടെ 2Sn ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ this equal to 2Sn square minus Sn square minus a divided by 2Sn. That's equal to Sn square minus a divided by 2Sn. Now Sn square greater than or equal to a from the second term onwards. So numerator is non-negative and Sn എന്ന് പറഞ്ഞാൽ നോക്കുക S1 പോസിറ്റീവ് ആണ്, പിന്നെയുള്ള ടേമുകളൊക്കെ ആഡ് ചെയ്യൽ മാത്രമേ നടക്കുന്നുള്ളൂ. A പോസിറ്റീവ് ആണ്, Sn പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ടേം ആഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, ഹാഫ് എടുക്കുകയൊക്കെ ചെയ്താല് Sn all terms of the sequence Sn are non-negative, 2 is positive, Sn square minus a is non-negative for, so this is greater than or equal to 0 for n greater than or equal to 2. That is Sn greater than or equal to Sn plus 1, n greater than or equal to 2. So sequence is decreasing എന്ന് പറയാൻ പറ്റില്ല, sequence is, അപ്പൊ ഇത് രണ്ടും ഇപ്പൊ നമ്മള് പറഞ്ഞതാണ് സീക്വൻസീസ്. അപ്പൊ സീക്വൻസ് Sn is എന്താണ് നമുക്ക് പറയാൻ പറ്റുക? സീക്വൻസ് Sn is ultimately decreasing ആണ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, ultimately decreasing. അൾട്ടിമേറ്റ്ലി നമ്മുടെ ടേം ഉപയോഗിച്ചറിയില്ലേ? ഇപ്പൊ ഫസ്റ്റ് 2-3 ടേം ഏത് ഓർഡറിലാണ്, പക്ഷെ കുറച്ച് ടേം കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ Sn is ultimately decreasing and Sn is ultimately bounded below. കാരണം നമുക്കറിയാം if a greater than b അല്ലെങ്കിൽ a less than b, root a less than root b, Sn നോൺ നെഗറ്റീവ് ആണ്, a നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുത്ത് എന്താ വരിക? Sn greater than or equal to root a എന്ന് വരും. അപ്പൊ Sn is bounded below. Sn is bounded below. So Sn is ultimately decreasing and bounded below. ശരിക്കും രണ്ടാമത്തെ ടേം മുതൽ, ഒന്നാമത്തെ ടേം നമ്മൾ സെറ്റ് ചെയ്യണാണ്, രണ്ടാമത്തെ ടേം മുതൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ടേം മുതൽ ബൗണ്ടഡ്നെസ് ഉണ്ട്, അപ്പൊ ഒന്നാമത്തെ ടേം നമുക്ക് നമ്മൾ ഫിക്സ് ചെയ്യണമല്ലോ. അപ്പൊ സീക്വൻസ് തന്നെ ബൗണ്ടഡ് ബിലോ ആണെന്ന് പറയാം. Sn is ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നതിന് അൾട്ടിമേറ്റ്ലി ഡിക്രീസിങ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യാൻ സെക്കൻഡ് ടേം മുതലുള്ളൂ. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? Sequence, this sequence is satisfies the monotone hypothesis of the monotone convergence theorem.
ultimately, that's a problem. Ultimately, it satisfies the hypothesis of the monotone convergence theorem. Therefore, by monotone convergence theorem, sequence Sn converges. Let limit of sequence Sn equal to some yes. Convergent ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഒരു ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. എസ് നമ്മൾ അതിന് പേര് പറഞ്ഞു. Now S satisfy the equation. ഇനി ഈ ഇക്വേഷനിൽ ലിമിറ്റ് എടുത്ത് നോക്കുക. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? Sn plus 1 equal to half into Sn plus a by Sn. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? S ലിമിറ്റ് എടുത്താൽ S equal to half into S plus a by S. What is that? Limit എടുത്തു. ഈ ഇക്വേഷൻ ഇതിന്റെ ലിമിറ്റ് S, ഇതിന്റെ ലിമിറ്റും S. ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇനി ക്രോസ് മൾട്ടിപ്ലൈ എന്താവാ? S equal to half into S square plus a by S, that is 2S square equal to S square plus a, that is S square equal to a, that is S equal to root. So limit of the sequence is root. ശരിക്കും മെസപ്പൊട്ടേമിയൻസ് ഒക്കെ ലിമിറ്റ് കാണാൻ വളരെ കാലം 1500 BC ഒരു നമ്പറിന്റെ റൂട്ട് കാണാൻ ഉപയോഗിച്ചിരുന്ന ഒരു അപ്രോക്സിമേഷൻ ആണത്. അപ്പൊ ആ അപ്രോക്സിമേഷൻ വളരെ കറക്റ്റ് ആണ്. നമ്മൾ സീക്വൻസ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. ഇനി എക്സാമ്പിൾ നമ്മൾ ഒരു നമ്പർ വെച്ചിട്ട് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ റൂട്ട് ആണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ റൂട്ട് ആണ് കാണണ്ടെങ്കിൽ നമ്മളുടെ a equal to 2 ആണ്. a equal to 2 ആണ്. അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും? S1 നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് 1 ഫിക്സ് ചെയ്യുക. Sn plus 1 equal to half into Sn plus 2 by Sn എന്നായിരിക്കും നമ്മുടെ സീക്വൻസ് ഉണ്ടാവുക. Now what is S2 equal to half into S1 plus 2 by 1 plus 2 by it is 3 by 2, that's equal to 1.5. Now what about third one term? S3 equal to half into S2 plus 2 by S2, that is 1.5 plus 2 by 1.5, that's equal to 1 by 2 into 2 by 1.5 എന്ന് പറഞ്ഞാൽ 4 by 3 ആണ്. 4 by 3 പറഞ്ഞാല് 1.3333 എക്സെട്രാ ആണ്. ഒരു ഇത്രയും ഡിജിറ്റ്സ് എടുക്കും വിചാരിച്ചോളൂ. Now what is this? 1 by 2 into 2.833333 ഹാഫ് എടുത്താൽ എന്താ? 1.415 അല്ലെ? എത്ര ഇത്? 8 ഇനി 3 എത്ര? 2 ഉണ്ട്, 1. ഇനി 13 6 അല്ലെ? 6 ഇങ്ങനെ പോവാ. അപ്പോ ഇതാണ് അടുത്ത S3 എന്നൊക്കെ നമ്മൾ 1.414 പോകുന്നത് നോക്കൂ. ഇനി S4 നമുക്കറിയാം. നമുക്ക് എന്താണ് റൂട്ട് ഓഫ് 2 എന്താണ് നമുക്ക് കിട്ടേണ്ടത്? 1.414. നമുക്ക് ആദ്യത്തെ വാല്യൂ എത്ര കിട്ടി? S1 equal to 1 നമ്മൾ എടുത്തതാണ്. S2 എന്നിട്ട് 1.5, S3 1.416 എക്സെട്ര. അവിടെ അങ്ങോട്ട് സീക്വൻസ് ഡിക്രീസ് ചെയ്ത് 1.414 എക്സെട്ര എന്നാവും. ഇതൊരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെ എത്ര തവണ ചെയ്താലും വാല്യൂവിനോട് അടുത്തടുത്ത് വരും. ഓക്കെ, ഇതാണ് ഈ രണ്ടാമത്തെ തിയറം. ഒരു റിസൾട്ടും കൂടി ഉണ്ട് ഇതില്. തേർഡ് വൺ, ദ യൂളർ നമ്പർ, ഓയിലർ നമ്പർ എന്ന് പറയും. ഓയിലർ നമ്പർ നമ്മള് ഓയിലർ നമ്പർ ഇ എന്ന് പറഞ്ഞാല് let n equal to 1 plus 1 by n whole raised to n for n belongs to n, then we can see that the sequence converges to the Euler number E. What is E? 2.1
1828 ഇങ്ങനെയാണ് പോണത്. 2.7 കഴിഞ്ഞിട്ട് 1828 ഇങ്ങനെ പോകണം. 1828 അങ്ങനെയാണ് പോണത്. ഓക്കെ, അപ്പൊ ഈ നമ്പറിലേക്കാണ് ഈ സീക്വൻസ് കൺവേർട്ട് ചെയ്യുക എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് പറയാൻ ഇതേപോലെ നമുക്ക് ആദ്യം കണ്ട് സീക്വൻസ് മൊണോട്ടോൺ ആണെന്ന് കാണണം, രണ്ടാമത് സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കാണണം. അപ്പൊ അതെങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് n equal to 1 plus 1n whole raised to n can be expanded using binomial. ബൈനോമിയൽ വെച്ചിട്ട് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? 1 plus x whole raised to n equal to അറിയോ 1 plus nx plus nc1 into nc1 into nc1 nc1 into x plus nc2 n into n minus 1 by 2 factorial into x square plus n into n minus 1 into n minus 2 divided by 3 factorial into x cube plus x അങ്ങനെ പോയിട്ട് ലാസ്റ്റ് x raised to n എന്നുള്ള ടേമിലെത്തും. ഓക്കെ, this is the binomial expansion of 1 plus x whole raised to n. Now likewise we can expand the sequence en. En expand ചെയ്താൽ is equal to 1 plus n times 1 by n plus n into n minus 1 by 2 factorial into 1 by n square plus n into n minus 1 into n minus 2 divided by 3 factorial into 1 by n cube plus etc plus 1 by n raised to n. Now, right now this is equal to അപ്പൊ ഈ ലാസ്റ്റ് ടേം ശരിക്കും ഈ ഇതേ ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക അല്ലെ? ഇത് പറയണ പോലെ തന്നെ n into n minus 1 into n minus 2 into etc n minus 1, right? അല്ലെ? അങ്ങനെ പോയിട്ട് 1ൽ എത്തുന്നതാണ്. ഇങ്ങനെ പോയിട്ട് 3, 2, 1 divided by n factorial into 1 by n raised to n എന്നാണ് വരിക. Right? അപ്പോ now what will be the this equal to 1 plus 1 plus ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഇതിൽ നിന്നൊരു n കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുക. ഈ n പുറത്തെടുത്താല് n ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ, ഒരു n അവിടെ ഉണ്ട്. രണ്ടാമത് n into 1 minus 1 by n divided by 2 factorial is 2. 2 factorial കിടക്കട്ടെ into 1 by n square. അപ്പൊ ഈ n-ഉം n-ഉം ഈ n സ്ക്വയറും ക്യാൻസൽ ആയി. പിന്നെ മൂന്നാമത്തെ ടേം n into 1 minus 1 by n into 1 minus 2 by n divided by 3 factorial into 1 by n cube, right? അങ്ങനെ അവസാനത്തെ ടേമിൽ വരിക പ്ലസ് n into 1 minus 1 by n into 1 minus 2 by n etc. അവസാനത്തെ ടേം എന്താണ്? 1ന് പകരം n into 1 minus n minus 1 by n ആണ് വരിക, കാരണം അത് 1 by n ആണ് വരിക. ഓക്കെ, റൈറ്റ്? എന്താണ് വരിക? n മൈനസ് അല്ലെ n into 1 by n 1 എങ്ങനെയാണ് വരിക? ഓക്കെ, ഡിവൈഡഡ് ബൈ n factorial into n 1 by n power n എന്ന് വരും. ഇവിടെ ക്യാൻസൽ ആവുന്ന ടേമുകൾ നോക്കാം. ഈ n-ഉം ഈ n ക്യൂബിനേറ്റ് ക്യാൻസൽ ആവും. അവിടെ എവിടെയും അതേപോലെ n ഫാക്ടറിൽ ക്യാൻസൽ ആവും. എത്ര നോക്കുക, ഈ n-ഉം ഇങ്ങനെ n-കളെ ഈ n raised to n-നായിട്ട് ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉണ്ടാവുക?
ബാക്കി എന്താ ഉണ്ടാവുക? That is 2 plus 1 minus 1 by n by 2 factorial plus 1 minus 1 by n into 1 minus 2 by n divided by 3 factorial plus etc. plus 1 minus 1 by n into 1 minus 2 by n into etc. 1 minus n minus 1 by n divided by n factorial. This will be En. This will be the term. Now, first we shall see that sequence is monotone increasing. നമുക്ക് കാണാൻ പറ്റും. What is En plus 1? ഇതേപോലെ എന്നിന് വരെ n plus 1 എടുത്താൽ പോലെ ഇനി അധികം നമ്മൾ സിംപ്ലിഫൈ ഉണ്ടായിട്ടില്ല. എന്നിന് വരെ n plus 1 2 plus 1 minus 1 by n plus 1 by 2 factorial plus 1 minus 1 by n plus 1 into 1 minus 2 by n plus 1 divided by 3 factorial plus etc. plus 1 minus 1 by n plus 1 into 1 minus 2 by n plus 1 etc. into 1 minus എന്താണ് വരിക n plus 1 by n plus 1 ആയിരിക്കും അല്ലേ, divided by n plus 1 factorial. നമുക്ക് ഈ ശരിക്കും n ടേം ഇവിടെ ഈ ഒരു ടേമിന് എന്നിന് വരെ n plus 1 കൊടുത്ത ഒരു ടേം n ഫാക്ടോറിയൽ വെച്ചിട്ട് ഒരു ടേം ഉണ്ടാവും ഇതിന്റെ മുമ്പ്. നമുക്ക് ഈ രണ്ട് ടേം തമ്മിൽ കമ്പയർ ചെയ്യുക, ടേം ബൈ ടേം കമ്പയർ ചെയ്യാതെ ടേം ബൈ ടേം കമ്പയർ ചെയ്യുക. ഈ 1 മൈനസ് 1 ബൈ n ബൈ നമുക്ക് ഇവിടെ 1ൽ നിന്ന് 1 ബൈ n ആണ് ഓർക്കുന്നത്, ഇവിടെ 1ൽ നിന്ന് 1 ബൈ n plus 1 ആണ് ഓർക്കുന്നത്. നമുക്ക് വലിയ നമ്പർ ഇതിൽ നിന്ന് ഓർക്കണം. ഇപ്പൊ ഇതിനേക്കാൾ ഈ ടേമിനേക്കാളും വലുതായിട്ട് ഈ ടേം. കാരണം എന്താണ്, ഇവിടെ 1ൽ നിന്ന് 1 ബൈ n ആണ് ഓർക്കുന്നത്, ഇവിടെ 1 ബൈ n plus 1 ആണ് ഓർക്കുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ടേംസ് ഈ രണ്ട് ടേം ഈക്വൽ ആണ്. പക്ഷെ ഈ ടേം നോക്കുമ്പോൾ ഇതാണ് വലുത്, ഈ ടേമുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുത്. അപ്പോ in En plus 1 each term each corresponding term is bigger than the terms of En. And also one more thing is that here there is one additional term. ഇതിലുള്ള ആദ്യത്തെ സീക്വൻസിലെ ഓരോ ടേമിനേക്കാളും വലുതാണ് രണ്ടാമത്തെ സീക്വൻസിലെ രണ്ടാമത്തെ ടേമിലെ അല്ലെ En എന്നുള്ള ടേമിലെ ഓരോ ടേമിനേക്കാളും വലുതാണ് ഇതിലെ ടേമുകൾ ഒന്ന്. രണ്ടാമത്തെ ടേമില് n plus 1 ടേം ഉണ്ട്. സോ ക്ലിയർലി ഇങ്ങനെ നമ്മൾ പറയാം, സിൻസ് ഈച്ച് ടേം in En plus 1 is greater than corresponding terms of En, and En plus 1 has an additional term. En plus 1 ഒരു additional term ഉണ്ട്. We must have En plus 1 greater than En so that the sequence En is എന്താണ് monotone increasing. അപ്പോ monotone convergence theory ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ് നമുക്ക് ബൗണ്ടഡ്നെസ് കിട്ടണം. ബൗണ്ടഡ്നെസ് കിട്ടാൻ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, En എന്നുള്ള ടേമിലേക്ക് നോക്കിയാൽ Enന്റെ ലോവർ ബൗണ്ട് എന്താണ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. En എവിടുന്ന തുടങ്ങുന്നത്, നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ട് 2 plus ആണ്. En is greater than 2, right? En is greater than 2 and right? Yeah, no, yes. Now En is
greater than 2 and n is എന്താ നമുക്ക് പറയാൻ പറ്റുക en is the en equal to എന്ന് പറഞ്ഞിട്ടുള്ള ടേമിനെ നമ്മൾ എടുക്കുകയാണ് en equal to plus 1 minus 1 by n by 2 plus right 2 factorial plus 1 minus 1 by 1 by n into 1 minus 2 by n divided by 3 factorial plus etc. plus 1 minus 1 by n into etc. 1 minus n minus 1 by n divided by n factorial. ഇതാണ് നമ്മളുടെ സീക്വൻസിന്റെ nth ടേം. Now ഈ മൈനസ് ടേമുകൾ മുഴുവൻ ഒഴിവാക്കിയാൽ ഈ ടേം ചെറുതാവോ വലുതാവോ? ഈ ടേമുകൾ മുഴുവൻ ഒഴിവാക്കുക. കാരണം ഈ ന്യൂമറേറ്ററിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന ടേം ഒഴിവാക്കിയ ഈ ടേം വീണ്ടും വലുതാവും. സോ ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 plus 1 by 2 factorial plus 1 by 3 factorial plus etc. plus 1 by n factorial. Okay, we have ഈ ടേമിനെ ഡീൽ ചെയ്യണം. നമുക്ക് ഇതിനെ ഡീൽ ചെയ്യാന് നമുക്ക് 1 p factorial 2 raised to p minus 1 ഇതിലേതായിരിക്കും വലുത്? പിക്ക് 1 കൊടുത്താൽ 2 1 പിക്ക് 2 കൊടുത്താലോ 2 factorial രണ്ടും ഈക്വൽ ആവും. പിക്ക് 3 കൊടുത്താലോ 3 factorial 2 raised to 3 minus 1. നമുക്ക് ഇവിടെ 3 4 5 അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എപ്പോഴും 2 തന്നെയാണ്, ഓരോ 2 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടെ ഇതായിരിക്കും എപ്പോഴും വലുത്. ഒന്ന് രണ്ട് കേസിൽ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് p factorial greater than or equal to or 1 by p factorial less than or equal to 1 by 2 raised to 3 minus 1. Now this sequence this sequence is അപ്പോൾ നമുക്ക് സീക്വൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാം 2 plus 1 by 2 factorial less than or equal to 1 by 2 raised to 2 minus 1. That is 1 by 2 plus 1 by 2 square plus etc. 1 by 2 raised to n minus 1. What is this? ഇത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാല് this is a geometric series, geometric progression. So നമ്മൾ ഇവിടെയും ഇത് അവസാനിക്കണില്ലെങ്കിൽ എന്താവും നോക്കാം. That is 2 plus 1 by 2 plus 1 by 2 square plus 1 by 2 cube plus etc. നമുക്ക് ഇതിനേക്കാളും വലുതാണ് ഈ സീക്വൻസ്. അതായത് ഇൻഫിനിറ്റി വരെയുള്ള ടേം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇതിനേക്കാളും വലുതാണ് ഇത് എന്നുള്ളത് സ്ട്രിക്ട്ലി ലെസ് ദാൻ equal to 1 by 2 can be taken outside 1 by 2 plus 1 by 2 square plus etc. So this is geometric progression with the first term 1 and common ratio 1 by 2 plus 1 by 2 into 1 by 1 minus 1 by 2. This 1 by 2 and 1 by 2 and cancel out. That's equal to 3. So what we have got, en is already greater than 2 and en is less than 3, right? En is less than 3 for all n belongs to n. So the sequence is monotone, increasing and bounded. En is bounded. For sequence en is convergent. വാല്യൂ കാണണമെങ്കിൽ നമ്മൾ കൂടുതൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. വാല്യൂ കാണുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിനിപ്പോ ഒരു en പ്ലസ് 1 by n എന്നാണ്. അപ്പൊ നമ്മൾ n equal to 1 plus
raised to n ആണ്. n-ന് 5 കൊടുത്താൽ മതി. അപ്പൊ കിട്ടും. 1 കൊടുത്താല് 1 plus 1 whole raised to 1. എന്നിട്ട് 2 ആണ് ഇട്ട. e1 equal to 2 ഇട്ട. e2 എന്നിട്ട 1 plus 1 by 2 അതായത് 3 by 2 whole square അല്ല ഇട്ട. 1 plus 1 by 2 3 by 2 whole square is 9 by 4 ആണ് ഇട്ട. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഈ സെക്ഷനും തീർന്നു. ബാക്കി സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.